ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2023 മാർച്ചിൽ 4th ജനറേഷൻ വരുന്ന പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തന്നെ ഡിസൈൻ ഒറ്റയടിക്കും കുറ്റപ്പെടുത്തി. 2022 വെർട്ടസ് ഇറങ്ങിയത്, അതിന് അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടിയതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഇനീഷ്യലി സെയിൽസ് അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മിക്ക മാസങ്ങളിലും 1000-അടുത്തായിട്ടൊക്കെ ഇതിന് സെയിൽ കിട്ടാറുള്ളൂ. വെർട്ടസിന് പക്ഷേ 1800-2500 സെയിൽ കിട്ടാറുണ്ട്. ഏതായാലും ഫൈനലി ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ 2026 വരാൻ പോവാണ്. നമ്മളിപ്പോൾ 2025 ത്രൂ കുറേയൊക്കെ തന്നെ ടെസ്റ്റിംഗ് ഇമേജസ് ഒക്കെ കണ്ടതാണ്. ആൻഡ് ഡിസൈനിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ക്യാമഫ്ലാജ് ഒക്കെ വെച്ചിട്ട് കണക്റ്റഡ് DRLs മിക്കവാറും എടുത്ത് കളയുമെന്ന്. ഇനിയിപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ മറ്റതിനത്ര, ഇപ്പോൾ മറ്റത് കണക്റ്റഡ് DRLs ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയത്, അതായത് ട്യൂബ്ലൈറ്റ് എന്ന് വിളിച്ചുകൊണ്ട്. ഇതിപ്പം ഈ ഒരു പാറ്റേൺ നമ്മൾ കുറച്ച് റേസ്റ്റപ്പ് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു SUV പോലത്തെ വണ്ടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം അതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, പിന്നെ ഹെഡ് ലാമ്പും DRLs നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇത് ഭയങ്കര താഴ്ന്നാണ് ഇരിക്കുന്നത്. DRLs വരുന്നു കണക്ട് ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴത്ത് തന്നെ നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പ്സ് വരുന്നു. അങ്ങനെ എല്ലാം കൂടെ ആയിട്ടൊരു കൺജസ്റ്റഡ് ഫീലാണ്. കാണുമ്പം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ പറയാമെങ്കിലും കൂടുതൽ ആൾക്കാർക്കും കുറച്ച് മോശമായിട്ടാണ് തോന്നിയത് ഡിസൈൻ. എന്തായാലും ഇതിലിപ്പോൾ അതിലൊരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടിയിൽ നമുക്കൊരു ഇത്തിരി ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ അറയാണ് വരുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴേക്ക് ഇച്ചിരി സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും കാണാം, താഴത്തുള്ള മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ ഏരിയ എക്സ്പോസ് ചെയ്തിരിക്കുന്ന കുറച്ച് വെർട്ടിക്കലായിട്ടാണ് കൊടുത്തത്. സോ അത് വ്യത്യാസമുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഗ്രില്ല്, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ, അതിലൊക്കെ എന്തായാലും ഫ്രണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ സൈഡിൽ വരികയാണെങ്കിൽ കുറച്ചൊരു എയറോ ബിറ്റ്സ് പോലെയൊക്കെയുള്ള മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൻ്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ പുതിയ വെന്യൂ സീറോസ് അതിനകത്തൊക്കെ കണ്ട പോലത്തെ മിറേഴ്സാണ്. പക്ഷേ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്, അതൊന്നും മാറ്റിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് ആണ്, ഫ്ലഷ് ഫിറ്റിംഗൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ താഴത്തേക്ക് വരികയാണെങ്കിൽ അലോയ് വീൽസിൻ്റെ ഡിസൈനിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടിട്ട് 16 ഇഞ്ച് പോലെ തന്നെയാണ് തോന്നുന്നത്, 17 ഒന്നും ആക്കിയിട്ടില്ല. ബട്ട് എനിവേ ചെറിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആസ് സച്ച് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും കാണാനില്ല. ഒന്നാമത്തെ കാര്യം, വണ്ടി മൊത്തം ക്യാമഫ്ലാജ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ടെയിൽ ലാമ്പ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിലുവേറ്റൊക്കെ ഏകദേശം കാണുമ്പോൾ വളരെ സിമിലർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റം വരികയാണെങ്കിൽ അത് ബമ്പറിൻ്റെ ഡിസൈനിലും അതുപോലെ ടെയിൽ ലാമ്പ്സിൻ്റെ അകത്തുള്ള ഇൻസേർട്ട്സ് അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസമായിരിക്കും. അല്ലാതെ ഒരു മേജർ വ്യത്യാസം ഇപ്പോൾ ബാക്കിലല്ലെങ്കിലും ഈ വണ്ടി കാണാൻ അത്ര മോശമല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ കളിയാക്കിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനാണ്. അതേതായാലും ഇവരൊരു പരിധിവരെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം നമുക്ക് ഈ അപ്ഡേറ്റിൽ. ഇനി അതല്ലാതെ ഇൻറ്റീരിയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവരുടെ തന്നെ കുറേ പുതിയ വണ്ടികൾ അത്യാവശ്യം നല്ല ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷൻ വെന്യൂ, അതിൻ്റെ ഇൻപുട്ടിംഗ് സിസ്റ്റം സാധനങ്ങളെല്ലാം മാറി. അതായത് ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ വണ്ടി ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വെന്യൂവിൽ വന്നത്രയും മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഏതായാലും നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ലീഗ് ഇമേജ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ വലിയ സൈസുള്ള ഇൻഫോർടൈം സിസ്റ്റം ആണ്. ഇപ്പോഴത്തെ വരുന്നതിൽ നമുക്ക് 10.25 ഇഞ്ചസിന് ഇൻഫോർടൈം സിസ്റ്റം, 10.25 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററാണ് വരുന്നത്. ആൻഡ് ആ ക്ലസ്റ്റർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതൊരുമാതിരി ഈ മറ്റേ ക്രെറ്റയിൽ അതിൻ്റെ അകത്തൊക്കെയുള്ള ക്ലസ്റ്റർ കൊടുക്കാൻ പറ്റാതെ നമുക്ക് ഇത്തിരി ചീപ്പായിട്ടുള്ള കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ അല്ല. 12.3 ഇഞ്ചസിൻ്റെ ഡ്യുവൽ കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ വെന്യൂലൊക്കെ കണ്ട ആ ഒരു സെയിം സെറ്റപ്പ്. അതേതായാലും നന്നായി. ഓൾറെഡി വരുന്നതിൽ അത്യാവശ്യം ഒരു കർവ് ഉണ്ടായിരുന്നു. അതായത് ഡ്രൈവർ സൈഡിലേക്ക് ഇൻഫോർടൈം സിസ്റ്റം ഇത്തിരി ടിൽറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഡിസൈൻ ഫിനിഷ് അങ്ങനെയാണ്. ഇപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബിഗർ സ്ക്രീനായെന്ന് മാത്രം. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ഇപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും നമ്മൾ വെന്യൂവിൽ കണ്ട അത് തന്നെയായിരിക്കും. കാരണം അതാണ് അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ സ്റ്റിയറിംഗ് വെച്ച് കാണിച്ചിട്ടുള്ള ഒരു വാഹനം. ഇത്തരം കാര്യങ്ങളെ നമുക്ക് സ്പൈ ഷോട്ട് വഴി ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനി മിക്കവാറും കാണാൻ പറ്റുന്നത് ഇതിന് ഡാഷ്ബോർഡ് ലേഔട്ടിലുള്ള ചേഞ്ചസ് ആയിരിക്കും വരും കാലങ്ങളിൽ. പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര മേജർ ചേഞ്ചസ് ഡാഷ്ബോർഡ് ലേഔട്ടിൽ ഉണ്ടാവുമെന്ന്. കാരണം ഓൾറെഡി വണ്ടി അത്യാവശ്യം നല്ല മോഡേൺ ആണ്. ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിയിലുണ്ടാവും. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്, അതുപോലെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓവറോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വണ്ടി വെർട്ടസ് ആണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട്, ക്വാളിറ്റി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇപ്പോഴും വെർണ തന്നെയാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൊണ്ട് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. വെർട്ടസ് ഇത്തിരിയും കൂടെ സ്പോർട്ടിയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക്സും സാധനങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ്. ആൻഡ് അതാണ് അതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ മെക്കാനിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പുതിയ വരാൻ പോകുന്ന വണ്ടിയും എക്സാക്ട്ലി സെയിം ആയിരിക്കും. നമുക്ക് ഇപ്പോഴും ഡീസലില്ല, അപ്പോഴും ഡീസൽ ഉണ്ടാവില്ല. 1.5 NA പെട്രോൾ ആയിരിക്കും ബേസ് എഞ്ചിനായിട്ട് ഉണ്ടാവുക. 6 സ്പീഡ് മാനുവൽ, അതുപോലെ തന്നെ CVT, അതായത് ഹ്യുണ്ടായുടെ IVT എന്ന് പറയുന്ന ഒരു CVT ഓട്ടോമാറ്റിക് ആയിരിക്കും കിട്ടുന്നത്. അതിന് പുറമെ 1.5 ടെർബോ പെട്രോൾ ഉണ്ടാവും. EPS സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ അതാണ്. ഈവൻ ദോ വെർട്ടസും സ്ലാവിയും 1.5 TSI ആയിരുന്നു അത്യാവശ്യം ഫാസ്റ്റ് ആണെങ്കിൽ പോലും ഹ്യുണ്ടായുടെ പുതിയ 1.5 TGD അതിലും ഒരു ഇത്തിരിയും കൂടെ ഫാസ്റ്റ് ആണ്, പ്രത്യേകിച്ച് മാനുവൽ ടു മാനുവൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ.
6 സ്പീഡ് മാനുവലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കാണ് വെർണയിൽ കിട്ടുന്നത്. 160 bhp ആൻഡ് 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ഇനി മറ്റേ എണ്ണ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ 115 bhp അതുപോലെ 144 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്തിരുന്നത്. സോ ഇതാണ് ഈ പുതിയ വെർണയുടെ അപ്ഡേറ്റ്സ്. ഇനി അതല്ലാതെ നമ്മൾ സീറ്റ്സ്, ബാക്ക് സീറ്റ് കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ആകെപ്പാട്ടൊരു സജഷൻ ഉള്ളത്, അവരിപ്പോൾ വെന്യൂ പുതിയ ജനറേഷൻ ഇറക്കിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻലൈനും കൂടെ അങ്ങ് ഇറക്കി. അതുപോലെ സത്യത്തിൽ വെർണ ഒരു എൻലൈൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നല്ല എഞ്ചിനുണ്ട്, ഭയങ്കര സ്പോർട്ടി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും ബോഡി റോളിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഈ വണ്ടി ഒരിത്തിരി ബാക്കിലോട്ട് വീഴുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വെർട്ടസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിന് കുറച്ചും കൂടെ സ്റ്റിഫ് സസ്പെൻഷനാണ് സ്റ്റോക്കായിട്ട് തന്നെ വരുന്നത്. ഇത് പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അല്ല എന്നാലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് നമ്മൾ ഹാർഡായിട്ടൊക്കെ കോണ്ടർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഇച്ചിരി ബോഡി റോളൊക്കെ കൂടുതലാണ്. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഇവർ ജസ്റ്റ് എൻലൈൻ ഇറക്കി കഴിഞ്ഞാൽ ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് അത് വന്നിരുന്നത് നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.